പ്രീതികർത്ത സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഗവൺമെന്റ്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എംപ്ലോയ്മെന്റ് ആൻഡ് ലേബർ എന്ന വിഷയത്തിലെ 5-ാമത്തെ ലെസണിലേക്ക് സ്വാഗതം. ഇന്നേ ദിവസത്തോടു കൂടി ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. വളരെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അവയുടെ പേര് മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. ജോലിക്ക് കൂലി ഭക്ഷണം അഥവാ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് 1977 ഏപ്രിൽ 1-നായിരുന്നു. അത് പിന്നീട് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ലയിപ്പിച്ചത് 1980 ഒക്ടോബർ 2-നായിരുന്നു. അല്ലെ? ഈ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിച്ചത് എന്നായിരുന്നു 1980 ഒക്ടോബർ 2. നാഷണൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആരംഭിച്ചത് 1983 ഓഗസ്റ്റ് 15-ആണ്. ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് 1989 ഏപ്രിൽ 1-ാം തീയതി. എന്തൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ ജവഹർ റോസ്ഗാർ യോജന, കൃത്യമായി പറഞ്ഞാൽ 1999 ഏപ്രിൽ 1-ാം തീയതി ജവഹർ ഗ്രാം സമൃദ്ധി യോജനയായി പുനഃസംഘടിപ്പിച്ചു. ഈ ജവഹർ ഗ്രാം സമൃദ്ധി യോജന ആരംഭിച്ചത് അപ്പോഴെന്ന 1999 ഏപ്രിൽ 1. ഓക്കെ. ഈ ജവഹർ ഗ്രാം സമൃദ്ധി യോജന ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ 2001 സെപ്റ്റംബർ 25-ന് എന്താക്കി മാറ്റി? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയാക്കി മാറ്റി. മില്യൺ വെൽസ് സ്കീം ആരംഭിച്ചത് 1988-ലാണ്. അത് 1989-ൽ ജവഹർ റോസ്ഗാർ യോജനയിൽ ലയിപ്പിച്ചു. 1996 ജനുവരി 1 തൊട്ട് അതൊരു സ്വതന്ത്ര പദ്ധതിയായി പ്രവർത്തിച്ചു വരുന്നു. അല്ലെ? ട്രൈസം, ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് ആരംഭിച്ചത് 1979 സ്വാതന്ത്ര്യ ദിനത്തിൽ 1979 ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. അത് 1999-ൽ സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്ഗാർ യോജനയിൽ ലയിപ്പിച്ചു. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ആരംഭിച്ചത് 2001 സെപ്റ്റംബർ 25 മറക്കരുത്. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 2004 നവംബർ 14. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 1977 ഏപ്രിൽ 1-ആയിരുന്നു. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്നാണ് 2004 നവംബർ 14. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. അല്ലെ? ഇന്ന ദിവസം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും എന്താണ്? യെസ്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി. അല്ലെ? ആരംഭിച്ചാലോ? യെസ്, നമുക്ക് ആരംഭിക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന നിയമം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന നിയമം പാസാക്കിയത് 2005-ലായിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാസാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഓക്കെ, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാസാക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ച ഒരു NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജീൻ ബ്രസെ എന്ന ബെൽജിയംകാരനാണ്. കേട്ടോ, തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബെൽജിയംകാരനായ ജീൻ ബ്രസെ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാസാക്കിയത് 2005-ലാണെങ്കിലും പദ്ധതി നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2-ാം തീയതി. 2006 ഫെബ്രുവരി 2-ാം തീയതി പദ്ധതി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉദ്ഘാടനം നിർവഹിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. എവിടെയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്? ഇന്നത്തെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ അനന്തപൂർ ജില്ലയിലെ ബന്ദലപ്പള്ളി ഗ്രാമത്തിലാണ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ അനന്തപൂർ ജില്ലയിലെ ബന്ദലപ്പള്ളി ഗ്രാമത്തിലാണ് 2006 ഫെബ്രുവരി 2-ാം തീയതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അഥവാ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയത് 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അഥവാ നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2-ന് എവിടെയാ? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ അനന്തപൂർ ജില്ലയിലെ ബന്ദലപ്പള്ളി ഗ്രാമത്തിൽ. എന്തൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്? ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന പല തൊഴിലുറപ്പ് പദ്ധതികളും സംയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു സമഗ്ര പദ്ധതിയായിരുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടാണ് രൂപീകരിക്കുക. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ് ആരംഭിച്ചത്? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന 2001 സെപ്റ്റംബർ 25-ാം തീയതി ആരംഭിച്ചു. അല്ലെ? നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് ആരംഭിച്ച് 2004 നവംബർ 14-ാം തീയതിയും. ഈ രണ്ട് പദ്ധതികളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു സമഗ്ര പദ്ധതിയായിരുന്നു എന്ത്? ദേശീയ ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ദേശീയ ഗ്രാമീണ
തൊഴിൽ പദ്ധതി ആരംഭിച്ചത് 1980 ഒക്ടോബർ 2-നാണ് അല്ലെ? ദേശീയ തൊഴിൽ പദ്ധതി, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ കൃത്യമായി മറുപടി ഉണ്ടാവണം. എന്നാണ് 1980 ഒക്ടോബർ 2. എന്നാൽ ദേശീയ ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതിയാണ് 2005 നിയമം പാസാക്കിക്കൊണ്ട് 2006 ഫെബ്രുവരി 2 ഉദ്ഘാടനം ചെയ്യുക. വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത തൊഴിലെടുക്കുവാൻ തയ്യാറുള്ള, വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത തൊഴിൽ എന്ന് പറയുമ്പോൾ അസംഘടിത തൊഴിൽ ചെയ്യുക, വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത, അതായത് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ലാത്ത ജോലി, വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത തൊഴിലെടുക്കുവാൻ തയ്യാറുള്ള ഗ്രാമീണ കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്കെന്നല്ല പറയുക, ഗ്രാമീണ കുടുംബങ്ങൾക്ക് വർഷത്തിൽ 100 ദിവസത്തെ ഉറപ്പായ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ 5 പേര് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ 5 പേർക്കും കൂടെ 100 തൊഴിൽ ദിനങ്ങൾ. ഒരാളാണ് ചേരുക എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 100 ദിവസം, 2 പേരാണെങ്കിൽ 2 പേർക്കും കൂടെ 100 ദിവസം, 10 പേരാണെങ്കിൽ 10 പേർക്കും കൂടെ 100 ദിവസം. ക്ലിയർ? അപ്പോൾ വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത എന്നാൽ തൊഴിലെടുക്കാൻ തയ്യാറുള്ള ഗ്രാമീണ കുടുംബങ്ങൾക്ക് വർഷത്തിൽ 100 ദിവസത്തെ ഉറപ്പായ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നു. ക്ലിയർ ആണേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചുറപ്പിച്ചേ? കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാസ്സാക്കിയത് 2005. അന്ന് അതിന്റെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു കേട്ടോ. മഹാത്മാഗാന്ധി എന്ന വാക്ക് കൂട്ടിച്ചേർക്കുന്നത് 2009 ഒക്ടോബർ മാസം 2 പക്ഷെ നിലവിൽ അറിയപ്പെടുന്നത് ഒറ്റ പേരിൽ തന്നെ. ഓക്കെ, എങ്കിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാസ്സാക്കിയത് 2005. നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടന. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവായി കണക്കാക്കുന്നത് ബെൽജിയംകാരനായ ജീൻ റസെ. പദ്ധതി നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2 ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ബിന്ദലിപ്പള്ളി ഗ്രാമത്തിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ നിലവിൽ വന്നത്. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയും നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്നിവ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു സമഗ്ര പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത, അതായത് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ലാത്ത, പ്രത്യേകിച്ച് സ്കിൽസ് ആവശ്യമില്ലാത്ത തൊഴിലെടുക്കുവാൻ തയ്യാറുള്ള ഗ്രാമീണ കുടുംബങ്ങൾക്ക് വർഷത്തിൽ 100 ദിവസത്തെ ഉറപ്പായ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നു. 2005 നിയമം പാസാക്കി 2006 ഫെബ്രുവരി 2 നിലവിൽ വന്നു അല്ലെ? കുറച്ച് ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുകയാണ് ചെയ്തത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 2006 കേരളത്തിലെ 14 ജില്ലകൾ ഉണ്ടായിരുന്നോ? ഇല്ല, ആകെ 2 ജില്ലയിലെ പാലക്കാടും വയനാടും ഉണ്ടോ. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കി തുടങ്ങിയത് 2008 ഏപ്രിൽ മാസം 1 ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കി തുടങ്ങിയതെന്നാണ് 2008 ഏപ്രിൽ 1. അതാണ് ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കി തുടങ്ങിയത് അഥവാ ഇന്ത്യ ഒട്ടാകെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വ്യാപിപ്പിച്ചതെന്ന് 2008 ഏപ്രിൽ 1 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് എന്നാണ് 2009 ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 2009 ഒക്ടോബർ 2 ക്ലിയർ ആണ്? ആദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അറിയപ്പെട്ടത് 2005 നിയമം പാസാക്കിയപ്പോഴും 2006 ഫെബ്രുവരി 2 പ്രാബല്യത്തിൽ വന്നപ്പോഴും. എല്ലാ ജില്ലകളിലും 2008 ഏപ്രിൽ 1 നടപ്പിലാക്കിയപ്പോഴും അതിന്റെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു. ആ പേര് മാറ്റി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കി മാറ്റിയത് 2009 ഒക്ടോബർ മാസം 2 നടത്തിപ്പ് ചുമതല ഗ്രാമപഞ്ചായത്തിനാണ്. ഈ പദ്ധതി പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് ഒരു വർഷം 100 ദിവസം തൊഴിൽ നൽകുന്നു. ഒരാൾക്ക് ഒരു വർഷം 100 ദിവസം. അത് ഒരു കുടുംബത്തിലെ ഒരാളാണെങ്കിൽ, ഒരു കുടുംബത്തിൽ 2 പേരാണെങ്കിൽ 2 പേർക്കും കൂടെ മാത്രമേ 100 ദിവസം കിട്ടത്തുള്ളൂ കേട്ടോ. താമസ സ്ഥലത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ജോലി നൽകുക. താമസ സ്ഥലത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ജോലി നൽകുക. പദ്ധതിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുന്ന ഗ്രന്ഥസമാഹാരം അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സമീക്ഷ എന്നാണ്. പദ്ധതിയുടെ പേര് നിങ്ങൾക്കറിയാം, അവസാനം സമീക്ഷ എന്നൂടെ പഠിക്കാം. ഈ പദ്ധതിയുടെ പഠന ഗവേഷണങ്ങൾ ഉൾപ്പെടുന്ന ഗ്രന്ഥസമാഹാരം അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സമീക്ഷ എന്നാണ്.
മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ പദ്ധതി. ഓക്കെ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ലയിപ്പിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ഗ്രീൻ ഇന്ത്യ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുക. ഗ്രീൻ ഇന്ത്യ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, കേരളത്തില് ആദ്യമായി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2006 വയനാട്, പാലക്കാട് എന്നീ ജില്ലകളിലാണ്. വയനാട്, പാലക്കാട് എന്നീ ജില്ലകളിലാണ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും ദാരിദ്ര്യം കൂടിയ ജില്ല അത് പാലക്കാടാണ്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വയനാടാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാടാണ്. SC, ST വിഭാഗത്തിന് മുൻഗണന നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വയനാട്, പാലക്കാട് എന്നീ ജില്ലകളെ 2006 ഉൾപ്പെടുത്തുന്നത്. മറ്റ് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചത് എന്നാണ് 2008 ഏപ്രിൽ 1 മുതലുമാണ്. സാധാരണതയിൽ ഈ പേരിൽ തന്നെയുണ്ട് ഗ്രാമീണ മേഖലയിൽ തൊഴിലുറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതേ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നഗരപ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതി വിഭാവനം ചെയ്തുകൊണ്ട് അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010 കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങൾ ആൾറെഡി ഉണ്ട്, അപ്പൊ അതിന് സമാനമായി നഗരപ്രദേശങ്ങളിൽ, കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ ആരംഭിച്ച തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് വിഷൻ ചെയ്താലോ? അപ്പൊ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് 2008 ഏപ്രിൽ 1. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് 2009 ഒക്ടോബർ മാസം 2-ാം തീയതി. നടത്തിപ്പ് ചുമതല നിർവഹിക്കുന്നത് ഗ്രാമപഞ്ചായത്ത്. പദ്ധതി പ്രകാരം ഒരാൾക്ക് 1 വർഷം 100 ദിവസത്തെ തൊഴിൽ നൽകുന്നു. താമസ സ്ഥലത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് തൊഴിൽ നൽകേണ്ടത്. പദ്ധതിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുന്ന ഗ്രന്ഥസമാഹാരം അറിയപ്പെടുന്നത് സമീക്ഷ, അല്ലെങ്കിൽ പൂർണ്ണമായി പറഞ്ഞാൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സമീക്ഷ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായി 2006 ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2 ജില്ലകളിൽ. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പാലക്കാട് ജില്ലയിലും ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വയനാട് ജില്ലയും. കേരളത്തിലെ ഏറ്റവും ദാരിദ്ര്യം കൂടിയ ജില്ല നിലവിൽ പാലക്കാടാണ്, 2-ാം സ്ഥാനത്ത് വയനാട്. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ ആരംഭിച്ച തൊഴിലുറപ്പ് പദ്ധതി അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നു. 2010 കേരള സർക്കാരിന്റെ ഫണ്ടിങ്ങിൽ ആരംഭിച്ചതാണ്. അതിൽ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ബന്ധമൊന്നുമില്ല. ഗ്രാമീണ തൊഴിൽ പദ്ധതി ആ പേരിൽ തന്നെയുണ്ട്, ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമാണ്. അപ്പൊ അതിന് സമാനമായി കേരള സർക്കാർ നഗരപ്രദേശങ്ങളിൽ തുടക്കം കുറിച്ചതാണ് അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അത്രമാത്രം. ക്ലിയർ ആണേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്ത് ഡൗട്ട് അല്ലേ? അടുത്ത് നമുക്ക് പഠിക്കാം. യെസ്, അടുത്ത് നമ്മൾ പഠിക്കുന്നു വേതന നിരക്കുകൾ. സ്ഥിരം ചോദിക്കുന്ന ഒരു മേഖലയാണ്. 2024 ചോദിച്ചേക്കാം, 2025 ചോദിച്ചേക്കാം. ഇനി അടുത്ത എന്തായാലും മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേ 2026 വരത്തുള്ളൂ. അതുവരെ ഈ ഡേറ്റ് തന്നെ. വേതന നിരക്കുകൾ 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെ. 1-ാം സ്ഥാനത്തുള്ളത് ഹരിയാന സംസ്ഥാനം, 400 രൂപ. 2024-25 വർഷവും ഹരിയാന തന്നെയായിരുന്നു 1-ാം സ്ഥാനത്ത്, 374 രൂപ കേട്ടോ. 2-ാം സ്ഥാനത്ത് ഗോവയാണ്, 378 രൂപ. 2-ാം സ്ഥാനത്ത് ഗോവയാണ്, 378 രൂപ. 3-ാം സ്ഥാനത്ത് കർണാടകയാണ്, 370 രൂപ. 4-ാം സ്ഥാനത്ത് കേരളമാണ്, 369 രൂപ. അപ്പം നിലവിൽ കേരളത്തിൽ 369 രൂപയാണ്. കഴിഞ്ഞ തവണ എത്രയായിരുന്നു? 346 രൂപയാണ്. അത് പഠിക്കണം. നിലവിൽ 1-ാം സ്ഥാനത്ത് ഹരിയാനയാണ്, 400 രൂപ. കഴിഞ്ഞ തവണയും 1-ാം സ്ഥാനത്ത് ഹരിയാനയായിരുന്നു, 374 രൂപ കേട്ടോ. അപ്പൊ ഏറ്റവും കുറഞ്ഞ വേതനം എവിടെയെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ്, 241 രൂപ. ഏത് വർഷം? 2025-26 ഏറ്റവും കുറഞ്ഞ വേതനം അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ 241 രൂപയാണ് കേട്ടോ. 2024-25 ഈ 2 സംസ്ഥാനങ്ങളിൽ തന്നെ അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും എത്ര? 234 രൂപ. ഓക്കെ, അപ്പോൾ 2025-26 ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേരളത്തില് തൊഴിലുറപ്പ് വേതനം എത്ര രൂപയാണ്? 369 രൂപ. കഴിഞ്ഞ വർഷം എത്രയായിരുന്നു? 346 ആയിരുന്നു. ഈ എമൗണ്ട് ചോദിക്കാറുണ്ട്, മറക്കരുത്.
നിലവിൽ തൊഴിലുറപ്പ് വേതന നിരക്കിൽ ഒന്നാം സ്ഥാനം ഹരിയാനയാണ് 400 രൂപ. കഴിഞ്ഞ വർഷം ഹരിയാന തന്നെയായിരുന്നു ഒന്നാം സ്ഥാനം 374 രൂപ. നിലവിൽ രണ്ടാം സ്ഥാനം ഗോവയ്ക്കാണ് 378 രൂപ. മൂന്നാം സ്ഥാനം കർണാടകയ്ക്കാണ് 370 രൂപ. നാലാം സ്ഥാനം കേരളത്തിന് എത്രയാ 369 രൂപ. 2024-25 കേരളത്തിന് എത്രയുണ്ടായിരുന്നു 346 രൂപ ഉണ്ടായിരുന്നു. ഒരു താരതമ്യ പഠനത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരുമായ ഗോവയുടെയും കർണാടകയും കഴിഞ്ഞ വർഷത്ത് കൊടുത്തിരിക്കുന്നത്. അത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നാം സ്ഥാനം ഹരിയാന പഠിക്കണം. 2024-25 കഴിഞ്ഞ വർഷം എത്രയുണ്ടെന്ന് പഠിക്കണം. രണ്ടാമത് ഗോവയിൽ നിന്ന് പഠിക്കണം. മൂന്നാമത് കർണാടക. നാലാമത് കേരളമാണ്. നാലാം സ്ഥാനത്ത് കേരളമാണ്. ഇത്തവണ 369 രൂപയും 24-25 346 രൂപയാണെന്ന് പഠിക്കണം. മതി. ഓക്കെ. ഏറ്റവും കുറഞ്ഞ വേതനം എവിടെയാ? 2 സംസ്ഥാനങ്ങളിൽ അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും 241 രൂപ. കഴിഞ്ഞ തവണ എത്രയായിരുന്നു? 234 രൂപയും. ഓക്കെ ആണേ. യെസ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചൊക്കെ പഠിച്ചു. നമ്മളിനി എവിടെയാ അപേക്ഷ നൽകേണ്ടത്? അപേക്ഷിച്ച് എത്ര ദിവസത്തിനകം ജോലി കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണ്ടേ? വേണം. അതുകൂടെ അവിടെ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ജോബ് കാർഡ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് 100 തൊഴിൽ ദിനം ഉറപ്പാക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ജോബ് കാർഡ് എന്ന് വിളിക്കുക. ഒരു ദിവസം തൊഴിൽ ചെയ്യുന്നത് ജോബ് കാർഡിൽ രേഖപ്പെടുത്തും. ജോബ് കാർഡിൽ രേഖപ്പെടുത്തും. പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ ഏതൊരു കുടുംബത്തിനും പഞ്ചായത്തിൽ സ്ഥിരതാമസം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും താമസിച്ചിരിക്കണമെന്നർത്ഥം. ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും താമസിച്ചിരിക്കണം എന്നാണ് അർത്ഥം. പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ ഏതൊരു കുടുംബത്തിനും തൊഴിലിന് വേണ്ടി എന്ത് ചെയ്യാം? പേര് രജിസ്റ്റർ ചെയ്യാം. പേര് രജിസ്റ്റർ ചെയ്യേണ്ടതും ജോബ് കാർഡ് നൽകുന്നതും നടത്തിപ്പ് അവകാശമുള്ള ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. അപ്പോൾ ജോബ് കാർഡ് നൽകുന്ന ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. അപേക്ഷാ ഫോറം പഞ്ചായത്ത് ഓഫീസിൽ നിന്നാണ് ലഭിക്കുക. അവിടുന്ന് വാങ്ങിച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തൊഴിൽ കാർഡ് ലഭിക്കുന്ന കാലയളവ് 15 ദിവസം. പരമാവധി 15 ദിവസം. നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പരമാവധി 15 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് അധികൃതർ എന്ത് ചെയ്യണം? കാർഡ് നമുക്ക് തരണം. ജോബ് കാർഡിന്റെ കാലാവധി 5 വർഷം. 5 വർഷം കഴിഞ്ഞാൽ പുതുക്കാൻ പറ്റുമോ? പുതുക്കാം. കുഴപ്പമൊന്നുമില്ല. കാരണം പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായവർക്കാണ് കൊടുക്കുക. ഒരുപക്ഷേ വേറെ പഞ്ചായത്തിലേക്ക് താമസം മാറിയാലോ. അതുകൊണ്ട് 5 വർഷം കാലാവധിയാണ് ഉള്ളത്. വീണ്ടും പുതുക്കാം. അതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഗുഡ്. അപ്പോൾ ജോബ് കാർഡ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് 100 തൊഴിൽ ദിനം ഉറപ്പാക്കുന്ന സംവിധാനമാണ് ജോബ് കാർഡ്. നമ്മൾ ജോലി ചെയ്യുന്നതിന്റെയും കാർഡിൽ കൃത്യമായി രേഖപ്പെടുത്തും. പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ ഏതൊരു കുടുംബത്തിനും തൊഴിലിനായി പേര് രജിസ്റ്റർ ചെയ്യാം. ജോബ് കാർഡ് നൽകുന്നത് ഗ്രാമപഞ്ചായത്താണ്. അപേക്ഷാ ഫോറം പഞ്ചായത്ത് ഓഫീസിൽ നിന്നാണ് ലഭിക്കുക. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തൊഴിൽ കാർഡ് ലഭിക്കുന്നതിനുള്ള കാലയളവ് പരമാവധി 15 ദിവസം. ജോബ് കാർഡിന്റെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ എത്രയാ? 5 വർഷവും. ഓക്കെ ആണേ. അപ്പൊ നമ്മൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് സമഗ്രമായി തന്നെ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. 4 സ്ലൈഡിലൂടെയാണ് നമ്മൾ പഠിച്ചത്. ആ 4 സ്ലൈഡും ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചിട്ട് ബാക്കി കുറച്ച് പദ്ധതികളുണ്ട്. ആ പദ്ധതിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ അല്ലേ? യെസ്. നോക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാസ്സാക്കിയത് 2005-ലാണ്. നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന അല്ലെങ്കിൽ പ്രേരിപ്പിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെൽജിയംകാരനായ ജീൻ ബ്രസെ. പദ്ധതി നിലവിൽ വന്നത് 2006 ഫെബ്രുവരി മാസം 2-ാം തീയതി. ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിലാണ് ഉദ്ഘാടനം ചെയ്യുക. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചു. വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത തൊഴിലെടുക്കുവാൻ തയ്യാറുള്ള ഗ്രാമീണ കുടുംബങ്ങൾക്ക് വർഷത്തിൽ 100 ദിവസത്തെ ഉറപ്പായ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിൽ നിന്ന് നടപ്പിലാക്കി തുടങ്ങിയത് 2008 ഏപ്രിൽ 1-ാം തീയതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് 2009 ഒക്ടോബർ 2-നായിരുന്നു. നടത്തിപ്പ് ചുമതല ഗ്രാമപഞ്ചായത്തിന്. പദ്ധതി പ്രകാരം ഒരാൾക്ക് ഒരു വർഷം 100 തൊഴിൽ ദിനങ്ങളാണ് പ്രദാനം ചെയ്യുക. അതായത് ഒരു കുടുംബത്തിൽ 2 പേരുണ്ടെങ്കിൽ 2 പേർക്കും കൂടെ 100, 5 പേരാണെങ്കിൽ 5 പേർക്കും കൂടെ 100. അത് മനസ്സിലുണ്ടാവണം കേട്ടോ. താമസ സ്ഥലത്തിന് 5 കിലോമീറ്ററിന് ചുറ്റളവിനുള്ളിലാണ് ജോലി നൽകേണ്ടത്.
പദ്ധതിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുന്ന ഗ്രന്ഥസമാഹാരം അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സമീക്ഷ എന്നാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ലഭിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റൊരു പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ. ഗ്രീൻ ഇന്ത്യ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എന്താണ്, മാലിന്യം മാറ്റിക്കൊണ്ട് ശുചിത്വവൽക്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായി തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തുടക്കം കുറിച്ചത് വയനാട്, പാലക്കാട് ജില്ലകളിൽ 2006. എന്തായിരുന്നു മാനദണ്ഡമെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ആദിവാസികൾ താമസിക്കുന്നത് വയനാടും, ഷെഡ്യൂൾഡ് കാസ്റ്റ് ജനസംഖ്യ പാലക്കാടുമാണ്. SC/ST വിഭാഗത്തിനാണ് മുൻഗണന എന്നതുകൊണ്ട് ഈ 2 ജില്ലകളിൽ ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അംഗമാകാൻ പറ്റില്ലായിരുന്നോ? പറ്റും. ആ ജില്ലയിലെ മറ്റുള്ളവർക്ക് അംഗമാകാൻ പറ്റും. മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചത് 2008 ഏപ്രിൽ 1. ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചപ്പോൾ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ എന്ത് ചെയ്തു? പദ്ധതി നിലവിൽ വന്നു. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് സമാനമായി കേരള സർക്കാരിന്റെ പൂർണ്ണ ഫണ്ടിങ്ങിൽ ആരംഭിച്ച പദ്ധതിയാണ് അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് ആരംഭിക്കുന്നത് 2010. 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള, അല്ലെങ്കിൽ 2025-26 സാമ്പത്തിക വർഷത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതന നിരക്ക്, ഒന്നാം സ്ഥാനത്ത് ഹരിയാനയാണ്, 400 രൂപ നിലവിൽ. കഴിഞ്ഞ വർഷം 374, ഹരിയാന തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനം ഗോവ 378 രൂപ, മൂന്നാം സ്ഥാനം കർണാടക 370 രൂപ, നാലാം സ്ഥാനത്ത് കേരളമാണ് 369 രൂപ. ഏറ്റവും കുറഞ്ഞ വേതനം അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ 241 രൂപയാണ്. കഴിഞ്ഞ തവണ എത്രയായിരുന്നു? 234. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് 100 തൊഴിൽ ദിനം ഉറപ്പാക്കുന്ന സംവിധാനമാണ് ജോബ് കാർഡ് എന്ന പേരിൽ അറിയപ്പെടുക. പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ ഏതൊരു കുടുംബത്തിനും തൊഴിലിനായി എന്ത് ചെയ്യാം? പേര് രജിസ്റ്റർ ചെയ്യാം. നൽകുന്നത് ഗ്രാമപഞ്ചായത്താണ്. അപേക്ഷാ ഫോറം പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലഭിക്കും. നമുക്ക് പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ കൊടുത്താൽ 15 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും? ജോബ് കാർഡ് ലഭിക്കും. ജോബ് കാർഡിന്റെ കാലാവധിയോ 5 വർഷവും. ഇതുവരെ ഓക്കെയാണ്? ഇതുവരെ ഓക്കെയാണ്? യെസ്. അപ്പോ നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സമ്പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞു. ഇനി തൊഴിലുമായി ബന്ധപ്പെട്ട് കുറച്ച് പദ്ധതികൾ കൂടെ ബാക്കിയുണ്ട്. ഓക്കെ, ആ പദ്ധതികളോട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പൂർണ്ണമായിട്ട് ഈ ഒരു കോഴ്സ്, ഈ ഒരു കേരള ഗവൺമെന്റ്സിലെ ഈ ഒരു സബ്ജക്റ്റ് അവസാനിച്ചു എന്ന് പറയാം. ബാക്കിയോടെ നമുക്ക് പഠിച്ചുറപ്പിക്കാം. ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് പഠിച്ചുറപ്പിക്കാം. ഓക്കെ, ഗുഡ്. സംയോജിത ഗ്രാമവികസന പരിപാടി. സംയോജിത ഗ്രാമവികസന പരിപാടി ആരംഭിച്ചത് 1978-79 സാമ്പത്തിക വർഷം. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. ഒടുവിൽ 2 വർഷത്തിന് ശേഷം 1980-ൽ ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കി. എന്തായിരുന്നു ലക്ഷ്യം? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ എന്ത് ചെയ്യുന്നു? അധിക ധനസഹായം നൽകി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക. ആർക്കൊക്കെ സബ്സിഡി ലഭിക്കും? SC/ST കുടുംബങ്ങൾ, ഭിന്നശേഷിക്കാർ അതായത് അംഗപരിമിതർ, കർഷക തൊഴിലാളികളും കൂടാതെ ചെറുകിട കർഷകരും. കർഷക തൊഴിലാളികളും ചെറുകിട കർഷകരും എന്നിവർക്കാണ് സംയോജിത ഗ്രാമവികസന പരിപാടിയിലൂടെ ധനസഹായം ലഭിക്കുക. അപ്പോൾ സംയോജിത ഗ്രാമവികസന പരിപാടി ആരംഭിച്ചത് 1978-79 സാമ്പത്തിക വർഷം, അല്ലെങ്കിൽ 1978. ഓക്കെ, പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കിയത് 1980-ലാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുകയും അവരുടെ വരുമാനത്തിൽ വർധനവുണ്ടാക്കുകയും ചെയ്യുക എന്നാണ് ലക്ഷ്യം. പ്രധാന ഉപഭോക്താക്കൾ അഥവാ ഈ ധനസഹായം ലഭിക്കുന്നവർ അല്ലെങ്കിൽ സബ്സിഡി ലഭിക്കുന്നത് ആർക്കൊക്കെ എന്ന് ചോദിച്ചാൽ ആർക്കൊക്കെയാ? SC/ST കുടുംബങ്ങൾ, ഭിന്നശേഷിക്കാർ, കർഷക തൊഴിലാളികൾ, പിന്നെ ചെറുകിട കർഷകർ എന്നിവർ. സെറ്റ് അല്ലേ? ഗുഡ്. അടുത്ത പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ കുറെ റോസ്ഗാർ യോജനയൊക്കെ പഠിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന പഠിച്ചു അല്ലേ? സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജനയൊക്കെ പഠിച്ചു. ഇത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. രാജ്യത്തെ വിദ്യാസമ്പന്നരായ തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക്, അതായത് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് സ്വയം തൊഴിലിലൂടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ചത് 1993 ഒക്ടോബർ മാസം 2-ാം തീയതി. മേൽനോട്ടം വഹിക്കേണ്ടത് തൊഴിൽ വകുപ്പ് മന്ത്രാലയം.
പദ്ധതി വിധം പൂർണ്ണമായി നിർവഹിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാർ തന്നെ. 100% ഫണ്ടിങ് കേന്ദ്ര സർക്കാർ തന്നെ. ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്താണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ചത്? PV നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ. പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമുമായി ലയിപ്പിച്ചത് 2008 ഏപ്രിൽ 1. അതിന്റെ അർത്ഥം പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് ആരംഭിച്ച് 2008 ഏപ്രിൽ 1 ഈ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന 2008 ഏപ്രിൽ 1 തൊട്ട് എന്തായിട്ട് മാറി? പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ആയിട്ട് മാറി. അപ്പോൾ പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് ആരംഭിച്ചു 2008 ഏപ്രിൽ 1. കണക്ട് ചെയ്ത് വെക്കണേ, മറക്കരുത്. അപ്പോൾ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന രാജ്യത്തെ വിദ്യാസമ്പന്നരായ തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക്, അത് 18 മുതൽ 40 വയസ്സ് വരെ, സ്വയം തൊഴിലിലൂടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ആരംഭിച്ചത് 1993 ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു. മേൽനോട്ടം വഹിക്കുന്നത് തൊഴിൽ വകുപ്പ് മന്ത്രാലയം. പദ്ധതി വിധം പൂർണ്ണമായി വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെ. പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമായി മാറിയത് അല്ലെങ്കിൽ പ്രോഗ്രാമുമായി ലയിപ്പിച്ചത് 2008 ഏപ്രിൽ 1. മറ്റൊരു തരത്തിൽ പേസ് ചോദിക്കാം. പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്നാരംഭിച്ചു. പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്നാരംഭിച്ചു 2008 ഏപ്രിൽ മാസം 1 സ്വർണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന. സ്വർണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന ആരംഭിച്ചത് 1997 ഡിസംബർ മാസം 1. സ്വർണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന ആരംഭിച്ചത് 1997 ഡിസംബർ 1. എന്താണ് ലക്ഷ്യം? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കും തൊഴിൽ ഇല്ലാത്തവർക്കും, തൊഴിൽ രഹിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ ചെയ്യാൻ വിദ്യാഭ്യാസമുണ്ട്, യോഗ്യതയുണ്ട്, പക്ഷേ ഇല്ല. തൊഴിലില്ലാത്തവരെന്ന് പറഞ്ഞാൽ അസംഘടിത മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് വരും. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കും തൊഴിലില്ലാത്തവർക്കും ലാഭകരമായ തൊഴിൽ നൽകുക എന്നതാണ് സ്വർണ ജയന്തി ഷഹരി റോസ്ഗാർ യോജനയുടെ ലക്ഷ്യം. സ്വർണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന 1997 ഡിസംബർ 1. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കും തൊഴിലില്ലാത്തവർക്കും ലാഭകരമായി തൊഴിൽ നൽകുക. നഗരങ്ങളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനും തൊഴിൽ സേവനങ്ങളിലേക്ക് പ്രവേശനം ലഭ്യമാക്കുന്നതിനോ സഹായകമായ നൈപുണ്യ വികസനം, സ്കിൽ ഡെവലപ്മെന്റ് പരിശീലന പരിപാടികൾ നടത്തുക. അപ്പോൾ നഗരപ്രദേശങ്ങളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ മേഖലയിലേക്ക്, തൊഴിൽ സേവനങ്ങളിലേക്ക് പ്രവേശനം സാധ്യമാക്കുന്നതിനോ സഹായകമായ എന്ത് ചെയ്യുക? നൈപുണ്യ വികസനം, സ്കിൽ ഡെവലപ്മെന്റ് നൽകുക. കാരണം വിദ്യാഭ്യാസം ഓരോ വർഷവും എന്ത് ചെയ്യാണ്? കാലഹരണപ്പെടുകയാണ് ചെയ്യുക. ജോലിക്ക് വിദ്യാഭ്യാസ യോഗ്യത മാത്രം പോരാ, അതോടൊപ്പം സ്കിൽസ് വേണം, സ്കിൽ ഡെവലപ്മെന്റ് വേണം. അഡീഷണൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഒക്കെ നമ്മളിപ്പോൾ പറയും. ഒരു യോഗ്യത നേടിയാലും അഡീഷണൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ മാത്രമേ മെച്ചപ്പെട്ട ജോലിക്ക് നമ്മൾ പ്രാപ്തമാവുകയുള്ളൂ. അത്തരം സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയും എന്തിലുണ്ട്? സ്വർണ ജയന്തി ഷഹകാരി റോസ്ഗാർ യോജനയിലുണ്ട്. ഓക്കെ, അപ്പൊ സ്വർണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന ആരംഭിച്ചത് 1997 ഡിസംബർ 1. ലക്ഷ്യം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കും തൊഴിലില്ലാത്തവർക്കും ലാഭകരമായ തൊഴിൽ നൽകുക. നഗരങ്ങളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനും തൊഴിലവസരങ്ങളിലേക്ക് പ്രവേശനം ലഭ്യമാക്കുന്നതിനോ ആയ സഹായകമായ നൈപുണ്യ വികസനവും പരിശീലന പരിപാടികളും നടത്തുക എന്നത് രണ്ടാമത്തെ ലക്ഷ്യവുമാണ്. ഓക്കെ ആണേ? യെസ്. അപ്പൊ നമ്മളിപ്പോ 3 പദ്ധതികൾ പഠിച്ചു. അത് 3 റിവിഷൻ ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ എല്ലാം കൂടെ പുകഞ്ഞു പോകും അല്ലേ? യെസ്. അപ്പോൾ സംയോജിത ഗ്രാമവികസന പരിപാടി ആരംഭിച്ചത് 1978-79 കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 78 എന്ന് തന്നെ പഠിച്ചാൽ മതി. ഇന്ത്യയിലൊട്ടാകെ വ്യാപിപ്പിച്ചത് 1980. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഗുണഭോക്താക്കൾ ആരൊക്കെ? SC/ST കുടുംബങ്ങൾ, ഭിന്നശേഷിക്കാര്, കർഷക തൊഴിലാളികളും ചെറുകിട കർഷകരും. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന രാജ്യത്തെ വിദ്യാസമ്പന്നരായ എന്നാൽ തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക്, അതായത് 18 മുതൽ 40 വയസ്സ് വരെയുള്ള ജനങ്ങൾക്ക് സ്വയം തൊഴിലിലൂടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതി. ആരംഭിച്ചത് 1993 ഒക്ടോബർ മാസം 2. മേൽനോട്ടം വഹിക്കുന്നത് തൊഴിൽ വകുപ്പാണ്. പദ്ധതി വിഹിതം പൂർണ്ണമായി നിർവഹിക്കുന്നത് കേന്ദ്ര സർക്കാർ. അപ്പോഴത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു. പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമുമായി ലയിപ്പിച്ചത് 2008 ഏപ്രിൽ 1. അഥവാ പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ആരംഭിച്ചത് എന്നാണ് 2008 ഏപ്രിൽ 1. സ്വർണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന ആരംഭിച്ചത് 1997 ഡിസംബർ 1. ലക്ഷ്യമെന്താ? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കും തൊഴിൽ ഇല്ലാത്തവർക്കും
ലാഭകരമായ തൊഴിൽ നൽകുക. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. നഗരങ്ങളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനോ തൊഴിലവസരങ്ങളിലേക്ക് പ്രവേശനം സാധ്യമാകുന്നതിനോ സഹായകരമായ നൈപുണ്യ വികസന പരിശീലന പരിപാടികൾ നടത്തുക. അടുത്ത് പറയുന്നു ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന. ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന പാവപ്പെട്ട ജനങ്ങൾക്ക്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടക്കം കുറിച്ച പദ്ധതിയാണ് ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന. ആരംഭിച്ചത് 2014 സെപ്റ്റംബർ 25-ാം തീയതി. അപ്പൊ ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജനയിലൂടെ പാവപ്പെട്ട ജനങ്ങൾക്ക് അഥവാ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുക. 2014 സെപ്റ്റംബർ 25-ാം തീയതി ആരംഭിച്ചു. പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായ പരിധി, അതായത് കുറഞ്ഞ വയസ്സ് 15. പദ്ധതിയുടെ നടത്തിപ്പിനായി ഗ്രാമതലത്തിലും നഗരതലത്തിലും പ്രത്യേക ഘടകങ്ങളുണ്ട്. ഗ്രാമങ്ങളിൽ പദ്ധതി അറിയപ്പെടുന്നത് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന എന്നും, നഗരങ്ങളിലാണെങ്കിലോ ദീൻ ദയാൽ ഉപാധ്യായ നഗര കൗശല്യ യോജന എന്നും അറിയപ്പെടും. ഓക്കെ, രണ്ട് വിഭാഗങ്ങളാണ് പ്രവർത്തിക്കുക. അപ്പോൾ നമ്മുടെ തൊട്ടുമുമ്പ് പഠിച്ച സ്വർണ്ണ ജയന്തി സഹകാരി റോസ്ഗാർ യോജന നഗരപ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. നഗരപ്രദേശങ്ങളിൽ മാത്രം. ഇവിടെ ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന എന്ന് പറഞ്ഞു ഗ്രാമങ്ങളിലുമുണ്ട് നഗരങ്ങളിലുമുണ്ട്, രണ്ട് പേരിൽ അറിയപ്പെടുന്നു. ഗ്രാമങ്ങളിലാണെങ്കിൽ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന, നഗരങ്ങളിലാണെങ്കിൽ ദീൻ ദയാൽ ഉപാധ്യായ നഗര കൗശല്യ യോജന എന്നും അറിയപ്പെടും. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന. ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടക്കം കുറിച്ച പദ്ധതി. ആരംഭിച്ചത് 2014 സെപ്റ്റംബർ മാസം 25-ാം തീയതി. പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 15 വയസ്സ്. പദ്ധതിയുടെ നടത്തിപ്പിനായി ഗ്രാമതലത്തിലും നഗരതലത്തിലും പ്രത്യേക ഘടകങ്ങളുണ്ട്. ഗ്രാമങ്ങളിൽ പദ്ധതി അറിയപ്പെടുന്നത് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന എന്നാണ്. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന. നഗരങ്ങളിലാണെങ്കിൽ ദീൻ ദയാൽ ഉപാധ്യായ നഗര കൗശല്യ യോജന എന്നും അറിയപ്പെടും. ക്ലിയർ ആണേ? സെറ്റാണേ? അടുത്ത് പറയട്ടെ. ഇനി തൊഴിൽ ചെയ്യുന്നവർക്ക് ജീവിത അവസാനം വരെ തൊഴിൽ ചെയ്യാനായിട്ട് കഴിയില്ല. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് വരും, പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക്. അപ്പോൾ ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് എന്ത് വേണം? പെൻഷൻ വേണം അല്ലെ? ഇനി നമ്മൾ പറയുന്നത് പെൻഷൻ പദ്ധതിയെ കുറിച്ചാണ്. നോക്കിയാലോ? പ്രധാനപ്പെട്ട രണ്ട് പെൻഷൻ പദ്ധതികൾ നമുക്ക് പരിശോധിക്കാം. തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതികൾ. ഒന്ന് സ്വലംബൻ യോജന. ഒരുപാട് തവണ PSC ചോദിച്ചതാണ് സ്വലംബൻ യോജന. സ്വലംബൻ യോജന ആരംഭിച്ചത് 2010. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാത്ത ജോലിയാണ് അസംഘടിത മേഖല എന്ന് പറയുക. പ്രത്യേകിച്ച് പ്രാഗൽഭ്യം വേണമെന്ന് ചോദിച്ചാൽ പ്രവൃത്തി പരിചയം കൊണ്ടുള്ള പ്രാഗൽഭ്യം മതി, വിദ്യാഭ്യാസപരമായ പ്രാഗൽഭ്യം വേണ്ട. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് എന്ന പേരിൽ അറിയപ്പെടുക സ്വലംബൻ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുക. അംഗമായവരിൽ ഒരു വർഷം 1000 മുതൽ 12,000 രൂപ വരെ നിക്ഷേപമുള്ള ഓരോ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലേക്കും കേന്ദ്ര സർക്കാർ 1000 രൂപ വീതം സംഭാവന ചെയ്യും. ഓക്കെ, ഏറ്റവും കുറഞ്ഞത് 1000 രൂപയെങ്കിലും ഒരു വർഷം അടച്ചിരിക്കണം. ഓക്കെ, 12,000 രൂപ വരെ ഓരോ വർഷം അടയ്ക്കാം. അതിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായി 1000 രൂപ സംഭാവന ചെയ്യും. ഇതാണ് സ്വലംബൻ യോജന. ഈ പദ്ധതി പ്രകാരം ജോലി ചെയ്തതിന് ശേഷം, അതായത് ജോലി ചെയ്യേണ്ട ആരോഗ്യപരമായ, അതായത് ഏകദേശം 60 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? തൊഴിലാളികൾക്ക് അവർ നൽകിയ ഫണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും കൂടെ ചേർത്തിട്ട് പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണ് കേട്ടോ. യെസ്, പരിഷ്കരിച്ച സ്വലംബൻ പദ്ധതി പരിഷ്കരിച്ച് രൂപീകരിച്ച നവ പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന എന്ന പേരിൽ അറിയപ്പെടുക. അടൽ പെൻഷൻ യോജന എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ തൊഴിലാളികൾക്കുള്ള പെൻഷൻ പദ്ധതികൾ സ്വലംബൻ യോജന 2010. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്ന പദ്ധതി. അംഗമായവരിൽ ഒരു വർഷം 1000 മുതൽ 12,000 രൂപ വരെ നിക്ഷേപമുള്ള ഓരോ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലേക്കും കേന്ദ്ര സർക്കാർ 1000 രൂപ വീതം സംഭാവന ചെയ്യും. പരിഷ്കരിച്ച് രൂപീകരിച്ച പുതിയ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന എന്ന പേരിൽ അറിയപ്പെടുക. പരിഷ്കരിച്ച് രൂപീകരിച്ച പുതിയ പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അടൽ പെൻഷൻ യോജന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ?
സ്വാവലംബൻ യോജന 2010 അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്ന ഒരു സമഗ്ര പദ്ധതി. അംഗമായവരിൽ ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 1000 രൂപ അടയ്ക്കണം, പരമാവധി 12,000 രൂപ വരെ. ആ ഫണ്ടിലേക്ക്, നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യും? കേന്ദ്ര സർക്കാർ 1000 രൂപ വീതം വർഷം തോറും സംഭാവന നൽകും. ഓക്കെ. ഈ സ്വാവലംബൻ യോജന 2010 ആരംഭിച്ച സ്വാവലംബൻ യോജനയെ പരിഷ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന എന്ന പേരിൽ അറിയപ്പെടുക. ഇനി എന്താണ് അടൽ പെൻഷൻ യോജന എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം, അല്ലെ? എന്താണ് അടൽ പെൻഷൻ യോജന എന്ന് നോക്കണം. എന്താണ് അടൽ പെൻഷൻ യോജന? അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി സ്വാവലംബൻ പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പെൻഷൻ പദ്ധതി 2015 മെയ് 9 ഉദ്ഘാടനം ചെയ്തു. പ്രാബല്യത്തിൽ വന്നത് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ 2015 ജൂൺ 1 2015 മെയ് 9 ഉദ്ഘാടനം ചെയ്തു. 2015 ജൂൺ 1 നിലവിൽ വന്നു. പ്രായപരിധി എത്രയാ? 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അംഗമാകാം. 18നും 40 വയസ്സിനിടയിലുള്ളവർക്ക് അംഗമാകാം, അതായത് നിക്ഷേപിച്ചു തുടങ്ങാം. പദ്ധതി പ്രകാരം 60 വയസ്സ് കഴിഞ്ഞ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1000 രൂപ മുതൽ 5000 രൂപ വരെ പെൻഷൻ ലഭിക്കും. അതെങ്ങനെയാണ് നമുക്ക് വേർതിരിക്കാൻ കഴിയുക? ഇവർ ഓരോ വർഷവും എങ്ങനെയാണോ അടയ്ക്കുന്നത് അത് പ്രകാരം 1000 രൂപ മുതൽ പരമാവധി 5000 രൂപ വരെ പ്രതിമാസം പെൻഷൻ ലഭിക്കും. ഓക്കെ. ഏറ്റവും കുറഞ്ഞ 1000 രൂപ അടയ്ക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പരമാവധി 12,000 രൂപ ഒരു വർഷം അടയ്ക്കാം. ഒരു വർഷം 1000 രൂപയും പരമാവധി 12,000 രൂപയും. കേന്ദ്ര സർക്കാർ ഒരു വർഷം 1000 രൂപ അത് അടയും, അല്ലെ? അങ്ങനെ ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് കഴിഞ്ഞ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ 1000 രൂപ മുതൽ 5000 രൂപ വരെയാണ്. സിമ്പിൾ. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? യെസ്. അടൽ പെൻഷൻ യോജന അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി സ്വാവലംബൻ പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. ഉദ്ഘാടനം ചെയ്തത് 2015 മെയ് മാസം 9 നിലവിൽ വന്നത് 2015 ജൂൺ മാസം 1 പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. പദ്ധതി പ്രകാരം 60 വയസ്സ് കഴിഞ്ഞ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ 1000 രൂപ മുതൽ 5000 രൂപ വരെ. അവര് എങ്ങനെയാണോ ഓരോ മാസവും അങ്ങോട്ടടച്ചത് അത് പ്രകാരം 60 വയസ്സ് കഴിഞ്ഞവർക്ക് എന്ത് കിട്ടും? 1000 മുതൽ 5000 രൂപ വരെയുള്ള തുക പ്രതിമാസം ലഭിക്കും. സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും ആദ്യം പഠിച്ചത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. അത് സമ്പൂർണ്ണമായി പഠിച്ചതിന് ശേഷം നമ്മൾ 2 പെൻഷൻ പദ്ധതികളും മറ്റ് തൊഴിൽ പദ്ധതികളും പഠിച്ചുറപ്പിച്ചിരുന്നു, അല്ലെ? നമുക്ക് അതുകൊണ്ടൊന്ന് പരിശോധിക്കാം. ഇതുകൊണ്ടാണ് നമുക്ക് റിവിഷൻ ചെയ്യേണ്ട, അല്ലെ? സംയോജിത ഗ്രാമവികസന പരിപാടി നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. സംയോജിത ഗ്രാമവികസന പരിപാടി ആരംഭിച്ചത് 1978. ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കി തുടങ്ങിയത് 1980 നടപ്പിലാക്കി. ഓക്കെ. ലക്ഷ്യം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക. സബ്സിഡി ലഭ്യമാക്കുന്ന വിഭാഗങ്ങൾ SC/ST കുടുംബങ്ങൾ, ഭിന്നശേഷിക്കാർ, കർഷക തൊഴിലാളികൾ, പിന്നെ ചെറുകിട കർഷകർ എന്നിവർ. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന രാജ്യത്തെ വിദ്യാസമ്പന്നരായ തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക്, അതായത് 18നും 40 വയസ്സിനും ഇടയിൽ സ്വയം തൊഴിലിലൂടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ചത് 1993 ഒക്ടോബർ 2 PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്ത്. പദ്ധതി വീതം പൂർണ്ണമായി വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെ. പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമായി ഇത് പുനഃസംഘടിപ്പിച്ചത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമായി മാറിയത് 2008 ഏപ്രിൽ മാസം 1 സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന നഗരപ്രദേശങ്ങളിലെ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് എന്ന് മനസ്സിലാക്കുക. സിമ്പിൾ. സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന ആരംഭിച്ച വർഷം 1997 ഡിസംബർ 1. ലക്ഷ്യം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കും തൊഴിലില്ലാത്തവർക്കും ലാഭകരമായ തൊഴിൽ നൽകുക. നഗരങ്ങളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് തൊഴിൽ സേനയിലേക്ക് പ്രവേശനം സാധ്യമാക്കുന്നതിനോ അല്ലെങ്കിൽ സഹായകമായ നൈപുണ്യ വികസനവും പരിശീലന പരിപാടികളും നടത്തുക. ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന പാവപ്പെട്ട ജനങ്ങൾക്ക്, അത് നഗരപ്രദേശമായിക്കോട്ടെ ഗ്രാമപ്രദേശമായിക്കോട്ടെ, തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി 2014 സെപ്റ്റംബർ മാസം 25 പദ്ധതിയിൽ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സ്.
പദ്ധതിയുടെ നടത്തിപ്പിനായി ഗ്രാമതലത്തിലും നഗരതലത്തിലും പ്രത്യേക ഘടകങ്ങളുണ്ട്. ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നത് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന എന്നാണ്. തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള 2 ക്ഷേമ പദ്ധതികൾ നമ്മൾ പഠിച്ചു. ഒന്ന് സ്വാവലംബൻ യോജന 2010. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്ന പദ്ധതി. അംഗമായവരിൽ ഒരു വർഷം 1000 മുതൽ 12,000 രൂപ വരെ നിക്ഷേപമുള്ള ഓരോ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലേക്കും കേന്ദ്ര സർക്കാർ 1000 രൂപ വീതം സംഭാവന ചെയ്യും. ഈ സ്വാവലംബൻ പദ്ധതി പരിഷ്കരിച്ച് രൂപീകരിച്ച പുതിയ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി സ്വാവലംബൻ പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പെൻഷൻ പദ്ധതി. ഉദ്ഘാടനം ചെയ്തത് 2015 മെയ് 9-ാം തീയതി, നിലവിൽ വന്നത് 2015 ജൂൺ 1. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. പദ്ധതി പ്രകാരം 60 വയസ്സ് കഴിഞ്ഞ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ 1000 രൂപ മുതൽ 5000 രൂപ വരെ. അത് ഓരോ മാസം എങ്ങനെയാണ് അടച്ചത് അത് പ്രകാരമാണ് കിട്ടുക. ക്ലിയർ ആണേ? അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ പഠിച്ചുറപ്പിച്ചത് പ്രധാനമായിട്ടും എന്തൊക്കെ പഠിച്ചുറപ്പിച്ചു എന്ന് ഓർമ്മയുണ്ടോ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പഠിച്ചു. അതിന്റെ വേതന നിരക്കും ജോബ് കാർഡും പഠിച്ചു. സംയോജിത ഗ്രാമവികസന പരിപാടി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, സ്വർണ്ണ ജയന്തി സഹകാരി റോസ്ഗാർ യോജന, ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന, തൊഴിലാളികൾക്കുള്ള പെൻഷൻ പദ്ധതികളായ സ്വാവലംബൻ യോജനയും അടൽ പെൻഷൻ യോജനയും മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എംപ്ലോയ്മെന്റ് ആൻഡ് ലേബർ എന്ന് പറയുന്ന കേരള ഗവേണൻസിലെ സബ്ജക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കേരള ഗവേണൻസിൽ ഏതാ കംപ്ലീറ്റ് ആയത്? ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. വാട്ടർഷിപ്പ് മാനേജ്മെന്റ് നമ്മൾ ആൾറെഡി പഠിച്ചു. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ലാൻഡ് റിഫോംസ് പഠിക്കാനുണ്ട്, സോഷ്യൽ വെൽഫെയർ സെക്യൂരിറ്റി പഠിക്കാനുണ്ട്. നമ്മൾ ഈ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ കൂടെ പഠിക്കേണ്ട ടോപ്പിക്കാണ് സോഷ്യൽ വെൽഫെയർ സെക്യൂരിറ്റിയും സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും. സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ പ്രത്യേക സംരക്ഷണം ലഭിക്കേണ്ട വിഭാഗങ്ങളാണ്. കുട്ടികൾ, സ്ത്രീകൾ, മുതിർന്ന പൗരന്മാര്, വയോജന സംരക്ഷണം, അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മളവിടെ പഠിച്ചുറപ്പിക്കും. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.